നന്മ നിറഞ്ഞു മറിയുന്നേ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. മൂന്നാം സ്ഥലത്ത് വെച്ച് ഈശോ 1-ാം പ്രാവശ്യം വീഴുകയാണ്. നമ്മുടെ ജീവിതയാത്രകളുടെ അപകടകരമായ വഴികളില് നമ്മള് പതറിപ്പോകുമ്പോൾ ജീവിതം എങ്ങോട്ട് പോകണമെന്നറിയാതെ ജീവിതത്തിന്റെ തകർച്ചകളുടെ മുമ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാനിടയുള്ള സാഹചര്യങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ ഈശോയെ എത്ര അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടും ഒരു ചെറിയ അവസരം വരുമ്പോൾ അത് അനുഗ്രഹങ്ങളെല്ലാം മറന്ന് സ്വന്തം ബുദ്ധിയും കഴിവും ഒക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ അന്നവരെ ലഭിച്ച അനുഗ്രഹങ്ങളെ മറന്നുപോയി ജീവിത മേഖലകളെ സ്വതന്ത്ര ബുദ്ധിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈശോ തന്ന അനുഗ്രഹങ്ങൾ വൃഥാവിലാകുന്ന അവസ്ഥയിലേക്ക് ഈശോയുടെ അനുഗ്രഹത്തെ എനിക്ക് വിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളറിയാതെ അറിഞ്ഞൊക്കെ. കർത്താവെ, ഞങ്ങൾക്ക് നന്ദിയില്ലാതെ ജീവിത മേഖലകള് ഞങ്ങളുടെ ഒരു പരീക്ഷണ സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും അധികം വിശ്വാസം നഷ്ടപ്പെട്ടു പോകാനിടയുള്ള സമയങ്ങളിൽ അങ്ങനെ ഞങ്ങളെ പ്രതി വീഴുവാനും വേദനിക്കുവാനും ഇടയാക്കുന്ന ഞങ്ങളുടെ ഈ ചെറിയ ബുദ്ധിയിൽ കൂടി വന്നിട്ടുള്ള എല്ലാ പ്രലോഭനങ്ങൾ വഴി ഞങ്ങൾ ഈശോയെ മറന്നു പോകാനിടയുള്ള നിന്ദിക്കുവാൻ അപമാനിക്കുവാനിടയുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയാൻ മടിയുണ്ടായിട്ടുള്ള വിശ്വാസത്തിന്റെ മഹത്വത്തെ ഞങ്ങള് മറന്നുപോയി ഞങ്ങളുടെ ചിന്തകളില് ദൈവത്തെ അറിയാതെ ഞങ്ങൾ അങ്ങയുടെ വിചാരത്തോടുകൂടി അല്ലാതെ കടന്നുപോയ എല്ലാ സമയങ്ങളിലും ഞങ്ങൾക്ക് മറ്റുള്ളവരോട് അങ്ങയുടെ പരിശുദ്ധമായ അനുഗ്രഹത്തെ കുറിച്ച് പറയുവാനും ആ സ്നേഹത്തെ പങ്കിടുവാനും പറ്റാത്ത ഉണ്ടായ അനുഭവങ്ങള് ബുദ്ധിയുടെ തലങ്ങളിലെല്ലാം ദൈവമേ അങ്ങയെ തന്നെയാണ് ഞങ്ങൾ ഒന്നിച്ചെന്ന് തിരിച്ചറിയാതെ കടന്നുപോയ മേഖലകളെ ഓർത്ത് കരുണയാഴ്ച മാപ്പ് ചോദിച്ച് ഈശോയെ ഇന്നുവരെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടും ഇന്നുവരെ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജയന്തി. മൂന്നാം സ്ഥലം ഈശോ മിശിഹ 1-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധന ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ രക്ഷിച്ചു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ. അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർപ്പു വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കാൻ ഇടമില്ല. എന്നെ രക്ഷിക്കാൻ ആളുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. കർത്താവെ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവെ, എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 4-ാം സ്ഥലത്ത് വെച്ച് ഈശോ തന്റെ അമ്മയെ കാണുകയാണ്. ഏറ്റവും ദാരുണമായ വേദനയോടുകൂടി ആയിരിക്കുന്ന ഈശോയെ ആ മകന്റെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ അനുഭവിച്ചിട്ടുള്ള വേദനകളും മുറിവുകളും രക്തവും ആകെ മുഴുവനും ഈശോയുടെ രൂപം തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള രൂപാവസ്ഥ. മനുഷ്യന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രൂപം ആയി മാറുന്ന ഒരവസ്ഥ. അത്രമാത്രം ദാരുണമായ സഹനങ്ങളുടെ മുമ്പില് ആ അമ്മ തന്റെ പുത്രനെ കാണുന്ന അവസ്ഥയില്
ദൈവമേ, ഒരമ്മയും സഹിക്കുവാനോ സ്വീകരിക്കുവാനോ പറ്റാത്ത മുറിവുകളോടുകൂടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനെ തന്നെ അമ്മയുടെ ഹൃദയത്തില് അമ്മ അനുഭവിച്ചിട്ടുള്ള എല്ലാ വേദനകളുടെയും വ്യാകുലങ്ങളുടെയും യോഗ്യതയാണ്. ഏറ്റവും പരിശുദ്ധനായ ദൈവം സർവമനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാൻ തന്റെ മകനെ സ്വന്തം ആഗ്രഹത്തോടും ദൈവത്തിന്റെ പദ്ധതിയോടും കൂടെ തന്നെയാണ് അമ്മ ഈശോയെ ലോകത്തിന്റെ ഓരോ മക്കൾക്കും വേണ്ടി വിട്ടുകൊടുത്തതമ്മേ മാതാവേ. ഇന്നും ആ അമ്മയെ നിന്ദിക്കുന്നവരുണ്ട്, ഈശോയെ അറിയാത്തവരുണ്ട്. ഈശോയെ നിന്ദിക്കുന്നവരും ഈശോയെ അപമാനിക്കുവാൻ ചട്ടം കൂട്ടി ഓരോ ചിന്തകളും പ്രവൃത്തികളും പദ്ധതികളും ഒക്കെ ഒരുക്കുന്നവരുണ്ട്. ഇന്നും ശാസ്ത്രത്തെ വിശ്വസിക്കുന്നവരുണ്ട്, നിരീശ്വര ചിന്തകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ദൈവമേ, ദൈവത്തിന്റെ മഹത്വത്തെ വ്രണതപ്പെടുത്തുന്ന അപമാനിക്കുന്ന മക്കളുണ്ട്. ആ മേഖലകളെല്ലാം ഈശോയെ അവർക്ക് വേണ്ടിയും കൂടിയാണല്ലോ അമ്മ ഈശോയോടുകൂടെ ആ മുറിവുകളോട് ചേർന്ന് സഞ്ചരിച്ചത്. മാതാവേ, എല്ലാ മക്കളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും അറിയുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം തിരിച്ചറിയുവാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മേരിപ്പോൾ ആ. 4-ാം സ്ഥലം, ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, മിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന് പരിശുദ്ധനായ ശിമയോൻ അന്ന് പ്രവചിച്ചു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലത്ത് വെച്ച് ഈശോയെ സഹായിക്കാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിക്കുകയാണ്. അവിടെ പാണ്ഡിത്യമില്ല. ഈശോയെ ഇതിനു മുമ്പ് ആ വ്യക്തി കണ്ടിട്ട് പോലുമില്ല. കൊറിയൻകാരനായ മനുഷ്യൻ കൃഷി സ്ഥലത്ത് നിന്നും ജോലി കഴിഞ്ഞ് വരുന്ന സമയം തളർന്ന വശനായ ആ മനുഷ്യൻ ഈശോയുടെ ആ രൂപാവസ്ഥ കണ്ടിട്ട് ഭയത്തോടുകൂടെയാണ് ആ സമയം കടന്നു പോകുന്നത്. ആ ദൃഢമായ ശരീരത്തെ താങ്ങുവാനോ സഹായിക്കുവാനോ ശക്തിയില്ലാതെ ഭയത്താലും ഭരത്താലും ആയിരിക്കുമ്പോൾ പട്ടാളക്കാര് ആ മനുഷ്യനെ ബോധപൂർവം പിടിച്ച് ഏൽപ്പിക്കുകയാണ്. പല സമയങ്ങളിലും നമ്മുടെ ജീവിതത്തില് നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില വേദനകള്, സഹായതയുടെയും നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങള്, ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അപമാനകരമായ സമയങ്ങള്, ചിന്തകള്, പ്രവൃത്തികള്, ബുദ്ധികള്, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളുടെയും സംസാരങ്ങളുടെ ഇടയിൽ പെട്ടുപോകുന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം ദൈവമേ, വിചാരിതമായി കടന്നു വരുന്ന വേദനകളെല്ലാം താങ്ങുവാൻ ദൈവം തന്നെയാണ് നമ്മളെ ഇന്ന് വരെ ശക്തി നൽകി ജീവൻ നൽകി നിലനിർത്തിയത്. ഇവിടെ ഗോരിക്കാരനായ മനുഷ്യൻ അവിടെ ആ സമയത്ത് ഈശോയെ ഈശോയെ താങ്ങാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം സർവശക്തനായ ദൈവത്തെ താങ്ങുവാൻ മനുഷ്യർക്ക്
എന്ത് യോഗ്യതയാണുള്ളത്? സർവശക്തനായ ദൈവത്തിന്റെ ആ അനുകമ്പയുടെ നോട്ടം കൊണ്ടാണ് ശിമയോന് ഈശോയുടെ കുരിശിനെ ഒന്ന് തൊടുവാനും താങ്ങുവാനും ഒക്കെ സാധിച്ചത്. ആദ്യം വേദനയോടും ഭയത്തോടും കൂടെ സമീപിച്ചെങ്കിലും ഈശോയുടെ ഒരു നോട്ടത്തില് സകല ഭയവും മാറുകയും ഈശോയുടെ ആ സ്നേഹ സാന്നിധ്യവും ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് പുരുഷോളം ഗൗത മലവരെ കടന്നു പോകുവാൻ ശിമയോനുണ്ടായ ആന്തരികമായ വിശുദ്ധി ആണ് ദൈവം അവിടെ ഉപയോഗിച്ചത്. നിഷ്കളങ്കമായ സഹനങ്ങളിലും ഈ ലോകത്ത് ആയിരിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതങ്ങളെ ഈശോയുടെ ഈ സഹനത്തോട് ചേർത്ത് വെച്ച് അവർക്ക് ശക്തിയും ആത്മധൈര്യവും വിശ്വാസ തകർച്ചകൾക്ക് നേരിടാനുണ്ടാവുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവിക ശക്തിയും മഹത്വവും പ്രകടമാക്കിയവരെ നിലനിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നേരിട്ടിലിപ്പം 5-ാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്ത് വേണ്ടി രക്ഷിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. കൌറീൻകാരനായ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. കരുണാനിധിയായ കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞങ്ങളും ശിമയോനെ പോലെ അനുഗ്രഹീതരാകും. അങ്ങയെ പീഡാനുഭവം ഞങ്ങളിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലത്ത് വെച്ച് വെറോനിക്ക തന്റെ ഗുരുവിനെ കാണുകയാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടെ അവളുടെ ആ നിസ്സഹായതയുടെയും വളരെ നിസ്സാരയായ ഒരു വ്യക്തി സ്നേഹം കൊണ്ട് ഈ ലോകത്തെ കീഴടക്കിയ ആ ഈശോയെ സഹായിക്കുവാൻ സ്നേഹം കൊണ്ട് തന്നെയാണ്, പരിശുദ്ധമായ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് തന്നെയാണ് പട്ടാളക്കാരുടെ നടുവിലൂടെ ഈശോയെ സമീപിക്കുന്നത്. സ്നേഹം എല്ലാത്തിനെയും അതിശയിപ്പിക്കുന്ന സത്യം തന്നെയുള്ള ഒരു വികാരമാണ്. സത്യമായ സ്നേഹത്തിന് മാത്രമേ ഈ ലോകത്തെ കീഴടക്കുവാൻ പറ്റൂ. ഏത് അവസ്ഥയിലും ഏത് വ്യക്തിയെ ഏത് സാഹചര്യത്തിലെയും അതിജീവിക്കുവാൻ ശുദ്ധമായ നിർമ്മലമായ സ്നേഹത്തിന് സാധിക്കുമെന്ന് വെറോനിക തന്റെ ജീവിതം കൊണ്ട് ലോകത്തോട് പ്രഘോഷിക്കുകയാണ്. പട്ടാളക്കാരുടെ ആ ഭീകരമായ അവസ്ഥയും ശാരീരികമായ ക്രൂരതയുടെയും ചിന്തകളുടെയും കരങ്ങളിൽ പെട്ടുപോകാനിടയുണ്ടായിരുന്നിട്ടും ഇവളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ നിസ്സാരമായ സമയമോ അധികം കഷ്ടതയൊന്നും വേണ്ട. വളരെ നിസ്സാരമായ അവളെ ആട്ടിയോടിക്കാനും കൊന്നുകളയാനും ശക്തിയുള്ള ആ ഒരു ദുഷ്ടന്റെ കരങ്ങളിലൂടെ ദുഷ്ടരുടെ ഇടയിൽ കൂടി അവൾക്ക് ഈശോയെ ആശ്വസിപ്പിക്കുവാൻ അവൾക്കുണ്ടായ ഏകശക്തി ഈശോയോടുള്ള നിർമ്മലമായ സ്നേഹം മാത്രമായിരുന്നു. സ്നേഹം പ്രതിബന്ധങ്ങളെ തുളച്ചു കയറുവാനും തച്ചുടക്കുവാനും സാധിക്കും. നമ്മുടെ ജീവിതയാത്രകളുടെ തകർച്ചകളെ ഈശോയെ പ്രതിയുള്ള സ്നേഹമായും സഹനമായും ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ സഹനങ്ങളെ ചവിട്ടി നിൽക്കുവാനും എതിർത്ത് നിൽക്കുവാനും പ്രതിരോധിക്കുവാനും അതിജീവിക്കുവാനും ദൈവത്തിന്റെ മഹത്വത്തോട് ഉയർത്തപ്പെടുവാനും ദൈവത്തിന്റെ മഹത്വത്തിലും ദൈവത്തിന്റെ ശക്തിയിലും വിശ്വസിക്കുവാനൊക്കെ നമുക്ക് സാധിക്കും. ഈ നിസ്സാരരും നിസ്സഹായരുമായ മനുഷ്യരിൽ കൂടി തന്നെയാണ് ദൈവം തന്റെ മഹത്വത്തെ ലോകം മുഴുവനും പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് ഞാനും നിങ്ങളും
ഒരു വെറോനിക്കയാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറോനിക്കയുടെ ഹൃദയത്തിലുണ്ടായ സ്നേഹം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിലും സൂക്ഷിക്കപ്പെടുവാൻ നമ്മൾ അധ്വാനിക്കണം. ആ ഒരു കൃപ ദൈവമേ, വെറോനിക്കയെ പോലെ ഈശോയെ സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയം ഞങ്ങളിൽ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓമന ഓമന റാണി. 6-ാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഈശോ ഞങ്ങൾ മിശിഹായെ, അങ്ങയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സ്തോത്രം എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വിപത്തുവീണ് രക്ഷിച്ചു. ഭക്തയായ വെറോനിക്ക മിശിഹായെ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടത്തെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയർ അവിടത്തെ കാണും. അങ്ങയിൽ ശരണപ്പെടുന്ന ആരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവ്വം തന്റെ തൂവാല എടുത്തു. രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി. ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. പ്രവാചകൻ വഴി അങ്ങ് അരുളി ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവെ, വെറോനിക്കയെ പോലെ അങ്ങയോട് സഹതപിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവം പിതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 7-ാം സ്ഥലത്ത് വെച്ച് ഈശോ 2-ാം പ്രാവശ്യം വീഴുകയാണ്. ഈശോ ഈ സമയം നമ്മളെ ഓർപ്പിക്കുന്നത് സമ്പത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ തന്നെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ നശിപ്പിക്കുമ്പോൾ സ്വന്തം ആത്മാവിനെ ഭീകരമായി ആക്രമിക്കുകയാണ്. മറ്റൊരു വ്യക്തിയെ വഞ്ചിക്കുമ്പോഴും മറ്റുള്ളവരുടെ വസ്തുക്കളെ അപഹരിക്കുമ്പോഴും സ്വന്തം ആത്മാവിനെ തന്നെ വഞ്ചിക്കുകയും അപഹരിക്കുകയും ചെയ്യുന്നുവെന്ന് ഈ ലോകം തിരിച്ചറിയാത്ത വിധത്തിൽ മനുഷ്യരെ നിലനിർത്തിയിരിക്കുന്ന അന്ധതയുടെയും അജ്ഞതയുടെയും അവസ്ഥ. ദൈവമേ, സ്വാർത്ഥതയുടെയും സ്വതന്ത്ര ബുദ്ധി മൂലം സ്വന്തം കുടുംബത്തെ നശിപ്പിക്കുന്ന സ്വന്തം മക്കള്, അപ്പനെ കൊല്ലുന്ന മക്കള്, മക്കളെ കൊല്ലുന്ന അപ്പൻ അമ്മ, അങ്ങനെ പരസ്പരം ഭീകരമായ ഒരു കൊലവിളിയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എല്ലാത്തിനും പണം എന്ന ഒരു വസ്തുവിന് വേണ്ടി മാത്രമായി ഈ ലോകത്തിന്റെ മുമ്പിൽ ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. പണം മാത്രമാണ് അവരുടെ ആനന്ദം, പണം മാത്രമാണ് അവരുടെ ആശ്വാസവും സമാധാനവും ആഗ്രഹവും. ഈ പണം എന്ന വസ്തു മൂലം നശിഞ്ഞു പോകുന്ന കുടുംബങ്ങള്, വ്യക്തി ജീവിതങ്ങള്, സമൂഹങ്ങള്, എല്ലാ മേഖലകളെയും മുന്നിൽ നിർത്തിയിരിക്കുന്നതും പണമാണ്. പണം ലക്ഷ്യമാക്കി മാത്രം ജീവിക്കുന്ന അന്ധതയുടെയും അജ്ഞതയുടെയും ഭീകരമായ അരൂപിയായി അടിമപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും മാനസാന്തരത്തിന് വേണ്ടി ഈശോ അനുഭവിച്ച വേദനകളുടെ യോഗ്യതയാൽ കർത്താവെ, ഈ ലോകത്തിന്റെ വസ്തുക്കളൊന്നും തന്നെ അവരെ ആത്മാവിനെയോ ജീവിതത്തെ സഹായിക്കുവാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയാൻ തക്കവിധം അവരുടെ ജീവിതത്തെ സാവൂളിനെ പൗലോസാക്കിയ ദൈവത്തിന്റെ ശക്തി ആ മക്കളിലും പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒമന. 7-ാം സ്ഥലം ഈശോ മിശിഹ 2-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്ത് വീണ്ടും രക്ഷിച്ചു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൂഴിയിൽ വീണുപോയി. എന്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടെ നിന്നതൊന്നും ഗണ്യമാക്കുന്നില്ല. എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടെ നിന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ, അങ്ങയെ ആശ്വസിപ്പിക്കാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ശക്തിയില്ല. ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആ സ്ഥലത്ത് വെച്ച് ജെറുസലേം പുത്രികള് നമ്മളോട് എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നീ ഇസ്രായേൽക്കാരിയാണ്, ഒരു ജെറുസലേം പുത്രിയാണ്. കാരണം ഈശോയുടെ വേദനയെ ആത്മാർത്ഥമായി കണ്ടുകൊണ്ട് വേദനയോടുകൂടി അവരുടെ ഹൃദയഭാരം, ദുഃഖഭാരം കണ്ണുനീരായി മാറുമ്പോൾ ഈശോ അവരെ നോക്കുന്നത് അനുകമ്പയോടെയാണ്. ഈശോയുടെ വേദനയെ കുറിച്ചൊന്ന് ധ്യാനിക്കുക. ഈശോയുടെ വേദന ആർക്ക് വേണ്ടിയാണ് ഈശോ മാരകമായ ഈ സഹനങ്ങൾ കൂടി കടന്നു പോയതെന്നും ഈശോയുടെ ഓരോ അനുഗ്രഹവും ആർക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ പ്രദാനം ചെയ്തതെന്നും പ്രത്യേകമായിട്ട് ഈശോ ജനിച്ചത് രാജാവായി ജനിക്കാമായിരുന്നു. എന്നിട്ടും ഏറ്റവും നികൃഷ്ടമായ ഒരു സ്ഥലത്ത്, ഏറ്റവും അഴുക്ക് നിറഞ്ഞ സ്ഥലത്ത് ഈശോ ജനിച്ചു. ജീവിച്ചത് സമ്പന്നനായി ജീവിക്കാമായിരുന്നു. എന്നിട്ടും ഈശോ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് ഈശോ ജീവിച്ചു. ഈശോ വലിയ ആഡംബരത്തോടുകൂടി ഈശോയുടെ മരണം നമുക്ക് അനുഭവിക്കാനിടയാക്കാമായിരുന്നു. ദൈവം തന്നെയായ ഈശോ ഒരു വസ്ത്രം പോലുമില്ലാതെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയും മുറിയപ്പെട്ട് അതിഭീകരമായ അപമാനങ്ങളോടും വേദനയോടും സ്വന്തം അമ്മയുടെ മുമ്പിൽ മരണപ്പെട്ടു നിൽക്കുന്ന ആ ഒരവസ്ഥ, ലോകത്തിന്റെ മുമ്പിൽ ദാരുണമായ മരണം സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഒരവസ്ഥ, ഇതെല്ലാം അറിഞ്ഞു ജീവിക്കുന്ന ക്രൈസ്തവർക്ക് പോലും ഇത് അറിഞ്ഞു ജീവിക്കുന്ന ക്രൈസ്തവരില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ലോകം മനുഷ്യരെ ഉപയോഗിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് വരുമ്പോൾ ഞാനും നിങ്ങളൊക്കെ എങ്ങനെയാണ് ജെറുസലേം പുത്രിയായി മാറുന്നത്, ജെറുസലേം പുത്രന്മാരായി മാറുന്നത്? കർത്താവിന്റെ വേദനയോട് ഐക്യപ്പെടുന്ന ഒരു വലിയ വിശുദ്ധ ജനം, വിശുദ്ധ ഗണം കർത്താവെ ഈ കാലഘട്ടത്തിൽ ഒരുക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഗ്രേസി പൗലോസ്. ഒമ്പതാം സ്ഥലം. ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു. തീർച്ചയായി ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിക്കാം. എട്ടാം സ്ഥലം. എട്ടാം സ്ഥലം. ഈശോ നഗ്നയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. ഓറസ്ലത്തിന്റെ തെരുവുകൾ ശബ്ദമായി പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീ ജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോയെ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈത്തിൻ കൊമ്പുകളും ജൈവിളികളും അവർ കണ്ണുനീർ വാർത്തു കരഞ്ഞു. അവരുടെ സഹതാപ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓറസ്ലം ആക്രമിക്കപ്പെടും. അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സങ്കേതമായ കർത്താവെ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ ഞങ്ങളുടെ മരണസമയത്തും മരണസമയത്തും തമ്പുരാനോട് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, ക്രൂശിതനായ ക്രൂശിതനായ കർത്താവിന്റെ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ഒമ്പതാം സ്ഥലത്ത് വെച്ച് ഈശോ ദാരുണമായ വേദനയോടുകൂടെ വീഴുകയാണ്. സമയം ഈശോ ഉറപ്പിച്ചു തരുന്നു. നിയമം നിഷേധിക്കുന്നവര്, അതിക്രമങ്ങളെയും ആക്രമണങ്ങൾക്കും വഴിയൊരുക്കുന്നവര്, ഈശോ ജീവിതത്തില് ലാസറിന്റെ ധനവാന്റെയും സമയങ്ങള് ഈശോ പറയുന്നുണ്ട്. ഭൂമിയില് ധനവാനോട് പറയുന്ന ഭൂമിയിലെ പ്രവാചകനും മോശയുമുണ്ട്. അവര് പറയുന്നത് അനുസരിക്കാതെ നീ ചെന്ന് പറഞ്ഞാൽ അവരനുസരിക്കില്ല. ഈ ഭൂമിയില് മോശ എന്ന് പറയുന്ന നിയമത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് പ്രവാചകര് ദൈവത്തിന്റെ ശബ്ദമായി വിളിച്ചു പറയുന്ന ഓരോ പ്രവചനങ്ങളും അത് സ്വീകരിക്കാത്ത ഒരു വലിയൊരു സമൂഹത്തിന്റെ മുമ്പില് ഈശോയുടെ ആ ഉഗ്രക്രോധം ഉണർത്തുവാനിടയാക്കുന്ന ഭീകരമായ തകർച്ചകൾക്കും ജീവിത മേഖലകളിൽ ലോകം മുഴുവനും തകർച്ചകൾ കാരണമാക്കുന്ന അവസ്ഥകള് വിളിച്ചു കൊണ്ടുവരുവാൻ ഇടയാക്കുന്ന നിയമനിഷേധകരും ദൈവശബ്ദം നിഷേധിക്കുന്നവരുമായ എല്ലാ മക്കളുടെയും അവസ്ഥകള് മൂലം ഈശോ അതിദാരുണമായ വേദനയോടുകൂടി വീഴുകയാണ്. ഈ നിയമം നിഷേധിക്കുന്നവര് നിയമം അറിയാത്തവരല്ല, നന്നായി അറിയുന്നവരാണ്. ദൈവത്തെ അറിയുന്നവര് തന്നെയാണ് ദൈവത്തിന്റെ സ്വരം ശ്രദ്ധിക്കാതെയും അവഗണിച്ചു കളഞ്ഞും അപമാനിക്കപ്പെടുന്ന അവസ്ഥയിലും ഒക്കെ കടന്നു പോകുന്നത്. ഇത് അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപ കടങ്ങളാണ്. ഈ കടങ്ങളെ വിട്ടുവാൻ അവരുടെ ആത്മാവിന് ശക്തിയില്ല എന്നുള്ളത് വ്യക്തമായി അറിയുമ്പോൾ സിസ്റ്റർ നദാലിയ തന്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സമൂഹത്തിലെ അധികാരികളോടും സഭയുടെ അധികാരികളോടും ഈശോ ആ സിസ്റ്ററിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന, നീ നിന്റെ രക്തം കൊണ്ട് എഴുത്തെഴുതി നീ അവരെ അറിയിക്കുക, നിന്റെ രക്തത്തിന്റെ മേല് ഞാൻ സംസാരിക്കുമെന്നാ പറയണം. ഈ ഒരു അനുഗ്രഹം, അതായത് ഈശോയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഈശോയുടെ പരിശുദ്ധമായ രക്തത്തിന് വില ഇല്ലാത്ത വിധം, വില കൽപ്പിക്കാത്ത വിധം വെല്ലുവിളിക്കുന്ന ജീവിതങ്ങളുണ്ട്. കർത്താവേ, ആ മേഖലകളെല്ലാം അവിടെ നിന്ന് ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൽസി. ഒൻപതാം സ്ഥലം. ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് കുരിശിനാൽ അങ്ങ് ലോകത്തെ ലോകത്തെ രക്ഷിച്ചു. വീണ്ടും രക്ഷിച്ചു. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് അതാ നിലം പതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാനെന്ന് ശാമൂവേലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവെ, അങ്ങേ പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു. എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങയെ ഓർത്തു സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. എന്തെന്നാൽ എന്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെയും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുനബികൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലത്ത് വെച്ച് ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങള് രേഖത്താൽ ഒട്ടിപ്പിടിച്ചതും മുറിവുകളാൽ മൂടപ്പെട്ടതുമായിട്ടുള്ള ഒട്ടിയിരിക്കുന്ന മുറിവുകളോടുകൂടി ആയിരിക്കുന്ന വസ്ത്രത്തെ വലിച്ചൂരി മാറ്റുമ്പോ ആ മുറിവുകൾ വീണ്ടും വീണ്ടും രക്തം വമിക്കുന്നതും വ്രണതമാവുകയും ചെയ്യുന്നു. ആ വേദന സങ്കല്പിക്കാൻ പറ്റാത്ത വിധം വേദനയോടുകൂടി ആയിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിന്റെ അനുഗ്രഹത്തെയാണ് അനാവരണം ചെയ്യുന്നത്. നമ്മളെയൊക്കെ
ജീവിതത്തില് യാത്ര ചെയ്യുമ്പോഴോ ആയിരിക്കുന്ന ഏതെങ്കിലും അവസ്ഥകളിൽ നമ്മുടെ വസ്ത്രങ്ങൾ ആരെങ്കിലും അനാവശ്യമായി തൊടുകയോ പിടിക്കുകയോ വലിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അമർഷം തോന്നും, വെറുപ്പ് തോന്നും. നമുക്ക് അവരോടുള്ള ആ അസ്വസ്ഥത നമ്മൾ ആ സമയം തന്നെ പ്രകടിപ്പിക്കും. എന്നാൽ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി നഗ്നനായി നിൽക്കുന്നത് കാണുമ്പോൾ ലോകം മുഴുവനും ഈശോയുടെ ക്രൂശിത രൂപമുണ്ട്. പക്ഷെ നമുക്ക് ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയ പെട്ടെന്നൊന്നും നമുക്കൊന്നും തോന്നാറില്ല. എല്ലായിടത്തും ഉള്ള രൂപം തന്നെയായിട്ട് നമ്മുടെ വീടുകളിലും നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മളായിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഒക്കെ ഈശോയുടെ ക്രൂശിത രൂപമുണ്ട്. പക്ഷേ ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാത്തതിന്റെ കാര്യം ഞാനും ആ ഈശോയുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ ദുർബലതയാണ്. എന്റെ മകനോ എന്റെ പ്രിയപ്പെട്ടവരോ ഒക്കെ ഇങ്ങനെ നഗ്നനായ അതിഭീകരമായ വ്രണതമായ അവസ്ഥയിൽ കിടക്കുമ്പോഴേ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വേദനയുടെ ആഴം മനസ്സിലാവും. ആ അവസ്ഥയിൽ പൂർണ്ണമായും തന്റെ അമ്മ ആ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് സർവ്വവേദനകളും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു തന്നെയാണ് ഈശോയുടെ മരണത്തെയും ആ സമയം കടന്നു പോകുന്നത്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ശരീരത്തെ ഏറ്റവും നീചമായി ഉപയോഗിച്ച് കടന്നു പോകുന്ന ഈ സമയം വരെയും ഇന്ന് വരെയും ശരീരത്തില് സന്തോഷിച്ചും ആസ്വദിച്ചും മദ്യത്തിനും മയക്കുമരുന്നിനും സുഖലോലുപതയുടെ ജഡികാസക്തികൾക്കും സ്വന്തം ശരീരത്തെ വിറ്റും കാശുണ്ടാക്കി സ്വാർത്ഥ മോഹങ്ങളിലും സ്വന്തം സ്വതന്ത്ര ജീവിതങ്ങളിലും ഒക്കെ മനുഷ്യരുടെ മുമ്പില് നഗ്നതയും ലൈംഗിക ജീവിതവും സെക്സിന്റെ മേഖലകളിലൊക്കെ ലോകത്തിന്റെ മുമ്പില് സ്വന്തം ശരീരത്തെ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരുടെ കണ്ണുകൾക്കും ജീവിതങ്ങൾക്കും അപകടകരമായ പാപഹേതുവായി ജീവിച്ച് പാപബോധമില്ലാതെ ജീവിക്കുന്ന ഓരോ മക്കളുടെയും മാനസാന്തരത്തിന് വേണ്ടി കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജയന്തി. 10 സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെയും രക്ഷിച്ചു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ കലർത്തിയ വീഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാമെന്ന് അവർ പരസ്പരം പറഞ്ഞു. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അന്വർത്ഥമായി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ദൈവമാതാവേ, വിശുദ്ധനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 14 സ്ഥലത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധമായ കരങ്ങള് മരത്തോട് ചേർത്ത് വെച്ച് ഭീകരമായ ഇരുമ്പാണികളാൽ തറക്കപ്പെടുകയാണ്. ഈശോയുടെ പരിശുദ്ധമായ വേദനകള് മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡനങ്ങളുടെ ഇടയില് ഈശോ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി 2 കൈകളും കാലുകളും വലിച്ചു നീട്ടി കുരിശില് വെച്ചു കൊടുക്കുകയാണ്. മുറിയാനൊരിടം ബോധമില്ലാതിരിക്കുമ്പോഴും ഹൃദയം നടുങ്ങി പോകുന്ന വേദനയുടെ നടുവിലും ഈശോ നമ്മളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടാണ് ആ വേദനകളെല്ലാം സഹിച്ചത്. ഒരു അമ്മ പ്രസവം കഴിയുമ്പോൾ തൊട്ട് മുമ്പ് വരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ വേദനകളും മനുഷ്യന് ആ സമയം കടന്നു പോകേണ്ടി വരുന്ന വേദനകൾ അതിഭയാനകവും വേദനാജനകമായ അവസ്ഥയില് മനുഷ്യനെ നോക്കി നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളിലുള്ള വേദനയായിരിക്കാം ഒരു ഗർഭിണിയായ വ്യക്തിക്ക്. പക്ഷേ ആ കുഞ്ഞിനെ ആ വ്യക്തി കൺമുമ്പിൽ എന്ന പോലെ കാണുമ്പോൾ തൊട്ട് മുമ്പ് വരെ അനുഭവിച്ചിട്ടുള്ള വേദനകളെല്ലാം അമ്മ മറന്നു പോവുകയാണ്. ഗർഭിണിയായ അമ്മ എല്ലാം മറന്നു പോവുകയാണ്. അതുപോലെ ഈശോ നമ്മളെ കണ്ടുകൊണ്ട്
സ്വീകരിക്കുന്ന സഹനങ്ങളെല്ലാം ഈശോ ബോധപൂർവം അത് അനുഗ്രഹമാക്കി നമുക്ക് വേണ്ടി മാറ്റി. ഈശോ നമ്മളെ അനുഗ്രഹിക്കാൻ ഉയർത്തിയ കരങ്ങളാണ് ഈശോയുടെ കൈകളിലേക്ക് വികരമായ അണികളാൽ തറക്കപ്പെടുന്നത്. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുവാനും ഞങ്ങളെ കരുതുവാനും സംരക്ഷിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കൂടെ നടന്ന് ഇന്നുവരെ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും മറന്ന് ജീവിച്ച് കടന്നുപോയതും അങ്ങേക്ക് നന്ദി പറയാതെ കടന്നുപോയതും അങ്ങയുടെ മുമ്പിൽ വേണ്ട വിധത്തിൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിക്കാതെ കടന്നുപോയതും ഞങ്ങളുടെ ആത്മാവിലെ ശരീരത്തിലും വന്നു കൂടിയിട്ടുള്ള എല്ലാ പാപമാലിന്യങ്ങളുടെ മേഖലകളിലും കുടുംബങ്ങളിലും ഇന്നുവരെ അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാ പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളെയും ഈശോയെ അങ്ങയുടെ കുരിശോട് ചേർത്ത് വെച്ച് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. മേരി ഫിലിപ്പ്, ഓമന ബെഞ്ചമിൻ കേൾക്കുന്നില്ലേ? 11 സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തറക്കപ്പെടുന്നു. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുപ്പിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആടി നിറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സുഖമായ പീഡകൾ. എങ്കിലും അവിടുത്തെ ആദരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവെ, സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു. യജമാനേക്കാൾ വലിയ ഭൃത്യനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടുകൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞവരെ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12 സ്ഥലം. ഈശോ ഭയാനകമായ അവസ്ഥയില് കുരിശിന്മേൽ കിടന്ന് മരിക്കുകയാണ്. ഈശോയുടെ പ്രസിദ്ധമായ മരണത്തിന്റെ മുൻപില് സൂര്യൻ ഇരുണ്ടു പോകുന്നു. 3 മണി വരെ എന്നാണ് പറയുന്നത്. 3 മണി വരെ എന്ന് പറയുമ്പോൾ നല്ല പ്രകാശപൂരിതമായ അവസ്ഥകളില് ആയിരിക്കുന്ന സമയം, പകൽ സമയം. പക്ഷേ അന്ധകാരം വന്ന് ഭയം കൊണ്ട് നിറയ്ക്കുകയാണ്. സൂര്യൻ ഇരുണ്ടുപോയി. സൂര്യനെ സൃഷ്ടിച്ച സൂര്യൻ അറിയാം തന്റെ സൃഷ്ടാവായ ദൈവമാണ് ഇവിടെ വളരെ ഭയാനകവും ദാരുണമായ അവസ്ഥയിൽ മരിക്കുന്നതെന്ന്. പ്രകാശത്തിനറിയാം തന്റെ പ്രകാശം തന്നെയാണ് ഇവിടെ മരണപ്പെട്ടതെന്ന്, കൊല ചെയ്യപ്പെട്ടതെന്ന്. ലോകത്തിന്റെ സകല പ്രദേശങ്ങളും അവിടെ കുലുങ്ങി എന്ന് പറയുന്നത്. ഭൂമി ഇളകി. നമ്മളായിരിക്കുന്ന ഭൂമി ഇളകിയാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ജീവിതം. ആയിരിക്കുന്ന ആ നിലം ഉറപ്പോടുകൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടേതായ ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത്. ഭൂമി ഇളകുമ്പോൾ നമുക്ക് അതിന്റെ മേലെ യാതൊരു അധികാരവും ചെയ്യാൻ പറ്റാത്ത വിധം നമ്മളതിന്റെ മേൽ ഒരു നിസ്സാരമായ ഒരു ചെറിയൊരു മൺതരി മാത്രമായി നിലകൊള്ളുന്ന അവസ്ഥ. ഭൂമി ഇളകിയാല് പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ഇതെല്ലാം മനുഷ്യന് നിശ്ചയിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തികളാണ് ആ സമയം കടന്നുപോയത്. പ്രപഞ്ചം നടുങ്ങി വിറച്ച സമയം, സ്വർഗം ഭീകരമായ വേദനയോടുകൂടെ ആയിരുന്ന സമയം. സർവ്വമാലാഖമാരും ദൈവത്തിന്റെ ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ വേദനയോടുകൂടെ ആയിരിക്കുന്ന സമയം. ഈശോയെ, ഞങ്ങൾ ഈ ഭൂമിയില് 3 മണി സമയം എത്രയോ കടന്നു പോയിരുന്നാലും ഞങ്ങളെ സമയങ്ങളിൽ ഞങ്ങൾ വേണ്ട വിധത്തിൽ ധ്വനിക്കാതെ കടന്നുപോയ ആ നാളുകളെ, ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ മരണത്തിന്റെ മണിക്കൂറുകളിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ പ്രപഞ്ചം ഞങ്ങളെ അറിയിച്ച ഓരോ
വാർത്തകളും ഞങ്ങള് ബോധപൂർവം അവഗണിച്ചു കളയുന്ന അവസ്ഥ. ഇന്നും ഈ സമയം കൃപയുടെ മണിക്കൂറുകളാണ്. നമ്മള് സത്യത്തില് ആ മണിക്കൂറിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ദൈവമേ, ആ കടന്നുപോയ ആ മണിക്കൂറുകളില് അനുഭവിച്ചിട്ടുള്ള പ്രപഞ്ചത്തിന്റെ വേദനയും പ്രപഞ്ചത്തിന്റെ സഹായതയും ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ തിരിച്ചറിയാത്ത വിധ സമയങ്ങളിലും പുരുഷന്റെ ചുവട് നിന്ന പരിശുദ്ധ അമ്മയെയും കുരിശിൽ കിടന്ന ഈശോയെയും പരിശുദ്ധനായ ദൈവം തന്നെയായ ഈശോയെയും അവഹേളിക്കുന്ന മനുഷ്യരെയും ദൈവം അവിടെ കാണിച്ചു തരുന്നുണ്ട്. ദൈവമേ, കടന്നുപോയ ഈ കാലഘട്ടത്തിന്റെ ശാസ്ത്രീയമായും ഭൗതികമായ തലത്തിലും സമ്പത്തിലും കഴിവിലും ഒക്കെ ആശ്രയിച്ച് അതാണ് അവരുടെ ജീവിതം, അതാണ് അവരുടെ ദൈവം, അതാണ് അവരുടെ വിഗ്രഹം എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും കഠിന ഹൃദയങ്ങളെ കർത്താവേ അവിടുന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. അവരുടെ അന്ധതയെയും അജ്ഞതയിൽ നിന്നും അവർക്ക് പ്രകാശത്തിലേക്ക് വരുവാൻ അങ്ങയുടെ മരണവിനാഴികയിൽ കൂടി കടന്നുപോയ അങ്ങയുടെ ദൈവമഹത്വത്തിന്റെ യോഗ്യതയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മേരി ഫിലിപ്പ് 12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങ് അങ്ങ് കുമ്പിട്ട് ആരാധിക്കുന്നു. സ്തോത്രം എന്തുകൊണ്ടെന്നാൽ ചെയ്യുന്നു. വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്ന അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എന്റെ പിതാവേ, അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് അരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണി വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്. അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്നങ്ങേ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എന്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കലിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലത്ത് വെച്ച് തന്റെ അമ്മയുടെ മടിയിലേക്ക് ഈശോയെ കൊടുക്കുന്ന സമയം ഏറ്റവും സൗന്ദര്യമുള്ള ഈശോ ഏറ്റവും ഭയാനകമായ മുറിവുകളോടുകൂടെ ആയിരിക്കുന്ന ഈശോയായി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് പുരുഷനിൽ നിന്ന് ഇറക്കി ഈശോയെ കൊടുക്കുമ്പോൾ തീർച്ചയായും അമ്മ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ കടന്നുപോയ ആ ജീവിതയാത്രയുടെ 33 വർഷം പെട്ടെന്ന് തന്നെയുള്ള ഒരു യാത്രയായി കടന്നുപോയ സമയങ്ങളെല്ലാം ആ സമയം ഓർക്കുകയാണ്. ശിമയോന്റെ പ്രവചനം അവിടെ ആ സമയം പൂർത്തീകരിക്കുകയാണ്. ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അമ്മ തന്റെ മകനെ കയ്യിലെടുക്കുമ്പോൾ അമ്മയ്ക്ക് തന്റെ ശരീരത്തിലും ആത്മാവിലും ശക്തി ചോർന്നു പോയ അവസ്ഥകളില് സ്വർഗത്തിന്റെ കരങ്ങള്, മലാഖമാരുടെ കരങ്ങളാണ് അമ്മ ഈശോയെ താങ്ങി നിർത്തുവാൻ സഹായിച്ചത്. അവിടെയെല്ലാം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയായി ഓരോ അൾത്താരകളിലും ഈശോ വെറും ഒരപ്പമായി ഇരിക്കുന്ന ഒരപ്പം പരിശുദ്ധ കൂദാശകളുടെ അനുഗ്രഹ വചസ്സുകൾ ചൊല്ലുമ്പോൾ അത് പരിശുദ്ധ കുർബാനയായി മാറുന്നു. തിരുവോസ്തിയായി മാറുന്നു. നമ്മുടെ ജീവന്റെ
മന്നയായി ജീവന്റെ അപ്പമായി മാറുന്നു. അവിടെ ഒരു ഒരു പരിവർത്തനം തന്നെ സംഭവിക്കുന്നുണ്ട്. ഈശോ ഈ ഭൂമിയിൽ ഒരു രാജകുമാരനായി ജീവിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അങ്ങയുടെ ആത്മാവും ശരീരവും ഒരു ബലിപീഠവും ബലിവസ്തുവും ബലിയുമാക്കി തീർക്കുവാൻ ഈ അമ്മയുടെ മടിയും അമ്മയുടെ മനസ്സും തന്നെയാണല്ലോ ആദ്യം ദൈവം ഉപയോഗിച്ചത്. മാതാവേ, അമ്മയെ ധിക്കരിക്കുകയും നിന്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോഴും അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോഴും അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിലും അവർ ഒരിക്കൽ ഇതെല്ലാം തിരിച്ചറിയുമ്പോൾ അവർക്ക് തിരിച്ചറിവോടുകൂടെ അതിന് പരിഹാരം ചെയ്യാൻ പറ്റാത്ത വിധം ഏറ്റവും ദുർബലവും മനസ്സും ശരീരവും ഒരുപോലെ പൈശാചികമായ ആക്രമണങ്ങളിൽ പെട്ടു പോകുമ്പോൾ മാതാവേ, അവരെ ആവശ്യത്തിന് അങ്ങയുടെ അമ്മയുടെ സ്നേഹ സാന്നിധ്യത്തിന്റെ മാധ്യസ്ഥത്താൽ അവർക്ക് കൃപ നൽകണമേ. പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകം ഇന്ന് നിഷേധിക്കപ്പെടുന്ന ചിന്തകളോടും ബുദ്ധികളോടും വിശ്വാസത്തോടും അവിശ്വസ്തയിലും ജീവിക്കുന്ന ഓരോ മേഖലകളെയും ഓരോ ചിന്തകളെയും ബുദ്ധികളെയും ഓരോ അൾത്താരകൾ പോലും മലിനമാക്കപ്പെടുന്ന അവസ്ഥകളെയെല്ലാം ദൈവമേ, വില കൊടുത്ത് തന്നെ വാങ്ങിയ അൾത്താരകളാണ്, വില കൊടുത്ത് തന്നെ വാങ്ങിയ പരിശുദ്ധ കുർബാനയാണ്, വില കൊടുത്ത് തന്നെ വാങ്ങിയ ദൈവത്തിന്റെ അപ്പമാണ്, ജീവന്റെ മന്നയാണ് ഈശോ എന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്ന ഓരോ മക്കളുടെയും മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓമന. 13-ാം സ്ഥലം. മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. മിശിഹായെ, ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്തെന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശിൽ തറക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴെ ഇറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് മിശിഹായോടുകൂടെ കുരിശിൽ തറക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കണങ്കാലുകൾ തകർത്തു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായി ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തു മുതൽ ഗാഗുൽത്താ വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. സ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതസ്സിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലത്ത് വെച്ച് ഈശോയുടെ മൃതദേഹം കല്ലറയെ സംസ്കരിക്കുന്ന സമയമാണ്. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ പാപങ്ങളോടുകൂടെ തന്നെ ഓരോ സിമിത്തേരിയിലും നമ്മളെ സംസ്കരിക്കപ്പെടുമ്പോൾ പരിശുദ്ധനായ ദൈവം കടം വാങ്ങിയ കല്ലറയില് നമുക്ക് വേണ്ടി ഔദാര്യപൂർവ്വം ഈ ഭൂമിയുടെ ഒരു കോണില് സംസ്കരിക്കപ്പെടുകയാണ്. ദൈവത്തിന് എല്ലാം സാധ്യമായിരുന്നിട്ടും നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഒന്നും സാധ്യമല്ലാത്ത വിധത്തില് ഒരു നിസ്സാരനെ പോലെ മനുഷ്യരുടെ മുമ്പില് സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട് എല്ലാ മനുഷ്യരുടെയും ആത്മാവിനെയാണ്, ആത്മാവിന്റെ രക്ഷയാണ് ഈശോയുടെ ഈ ഭൂമിയിലുള്ള വരവിന്റെ ലക്ഷ്യം. ഈ ഈശോ 3 ദിവസം പാതാളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അനുഭവിച്ചിട്ടുള്ള പാതാളവാസികളെല്ലാം സ്വർഗീയ രാജാവിനെ കണ്ടുകൊണ്ട് ആരാധനയോടുകൂടി ആയിരുന്നു. ഈശോ
ഓരോ മനുഷ്യരും മരിക്കുമ്പോഴാണ് തന്റെ സൃഷ്ടാവായ ദൈവത്തെ അറിയുന്നതെങ്കിൽ ഈ ഭൂമിയിൽ എത്ര പ്രായം ജീവിച്ചാലും ആ ജീവിതം വ്യർത്ഥമായി പോകുന്നു. അത്രയും കാലം ചെയ്തു കൂട്ടിയ പാപകടങ്ങളുടെ ഭാരങ്ങളും ഭാണ്ഡങ്ങളുമായി നമ്മൾ സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെടുമ്പോൾ ആ മണ്ണോട് മണ്ണ് ചേർന്ന് പുഴുവായി ശരീരം മാത്രമേ മാറുന്നുള്ളൂ. ആത്മാവ് ഒരു നിസ്സഹായ അവസ്ഥയില് ഈ ലോകത്തിന്റെ ഭീകരമായ ആക്രമണങ്ങളുടെ മുമ്പിൽ നിരാലംബരായി ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഭൂമിയിൽ നമുക്ക് ആയിരിക്കുന്ന അത്രയും കാലം എത്രമാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കാമോ അത്രമാത്രം സ്വാതന്ത്ര്യം ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ ലോകം വിട്ട് ആത്മാവും ശരീരം വേർപെടുമ്പോൾ ആദ്യം എടുത്തു മാറ്റപ്പെടുന്നത് നമുക്ക് ഭൂമിയിലുണ്ടായിരുന്ന ആ സ്വാതന്ത്ര്യം തന്നെയാണ്. ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ഈശോദിനു വേണ്ടി പരിഹാരം ചെയ്തുകൊണ്ട് ഈശോയുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്ന സമയങ്ങളുടെ യോഗ്യതയും ഈശോയെ സംസ്കരിച്ച ആ സഹനങ്ങളുടെയും ആ അലയടിച്ച് കരയുന്ന അമ്മയുടെ ഹൃദയവേദനയുടെ ഭാരങ്ങളുടെയും യോഗ്യതയുടെ അനുഗ്രഹഫലമായാണ് ഓരോ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ വെച്ചുപൊട്ടില് പരിശുദ്ധ അമ്മയെ വെറുതെ ഏൽപ്പിച്ചതല്ല, അമ്മ മക്കളെ വീണ്ടെടുക്കുമെന്നുള്ള നല്ല ബോധ്യം അമ്മയ്ക്കുണ്ട്, ഈശോയ്ക്കുണ്ട്, ദൈവത്തിനുണ്ട്, പരിശുദ്ധാത്മാവിനുണ്ട്. ഈ ഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യ വ്യക്തിയും കൂടിയായി പരിശുദ്ധ അമ്മയെ ഈ ഭൂമിയിൽ നിയോഗിക്കുന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ അമ്മയുടെ ആ മാനുഷികതയും ദൈവികതയും തന്നെയാണ് ഇന്നും അന്നും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ എല്ലാ വ്യാകുലങ്ങളോടും ചേർത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധമായ ഈ ഫ്യൂണറൽ സമയത്തിന്റെ അനുഗ്രഹ യോഗ്യതയിലേക്ക് ഇന്ന ദിവസം മരണപ്പെട്ടു പോയവരും എന്നവരെ മരണപ്പെട്ടു പോയതുമായ സകല പാപകടങ്ങളോടുകൂടെ മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബങ്ങളുടെയും നമ്മളെ സ്വാധീനിച്ചവരും സഹായിച്ചവരും സ്നേഹിച്ചവരും ദ്രോഹിച്ചതുമായ എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്നും പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ശുദ്ധീകരണത്തിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും കഠിന പാപാവസ്ഥയില് അവസാന നിമിഷം അനുദപിച്ച് കടന്നുപോയ എല്ലാ ആത്മാക്കളുടെ മേലും ഈ കുരിശന്റെ വഴി മൂലം ദൈവമേ ശുദ്ധീകരണ സ്ഥലത്തില് ഇന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന ഓരോ ആത്മാക്കളുടെ മേലും പ്രത്യേകം കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റാണി. 14 സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റാംസാക്കാരനായ ഔസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാത്തലോളം സുഗന്ധക്കൂട്ടുമായി നിക്കോദേമസും അയാളുടെ കൂടെ വന്നിരുന്നു. യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമള ദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചെടുത്തൊരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബദം ആരംഭിച്ചിരുന്നതുകൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങ് എന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയുമില്ല. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയോടുകൂടെ മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദിസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ കാവൽ താഴെ ചിന്തിയ രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള
ഈ പാപപരിഹാര ബലിയെയും തോന്നിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രനാണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും പുരുഷമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു അന്നു വേണ്ടി വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ പരിശുദ്ധ മറിയമേ, മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. മനസ്താപപ്രകരണം എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നല്ലവരെല്ലാവരെയും സ്നേഹിക്കപ്പെടുവാൻ യോഗ്യമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങൾ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിൽ അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാളും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. ആമേൻ.